പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതാണ്ട് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും അത് സമ്പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഈ പശ്ചാത്തലത്തിലാണ് യുദ്ധം തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞ വാർത്തയുമായി ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു മാത്യു സാമുവൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ രംഗത്ത് വരികയും അതുമായി ബന്ധപ്പെട്ട് 2-3 വീഡിയോകൾ ചെയ്യുകയും ഒക്കെ ചെയ്തു. അത് വലിയ വിവാദമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് അയാളുടെ യൂട്യൂബ് നിരോധിക്കുകയും ചെയ്തു ഇന്ത്യയിൽ. ആ നിരോധിച്ചതിനെ തുടർന്ന് അയാൾ എന്തോ മാത്യു സാമുവൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലുമായി വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അതും ഉടനെ തന്നെ നിരോധിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ, ആ മാത്യു സാമുവൽ CIA എന്ന് പറയുന്ന അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി ഉണ്ട്. ആ ഏജൻസിയുടെ ഒരു ചാരനായിരുന്നോ എന്നുള്ള ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു സംശയമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ഉയർത്താൻ പോകുന്നത്. അതിന് 1-2 കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്ന്, പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള ഒരു ചാരപ്രവർത്തനമായിരുന്നു അയാൾ ഇവിടെ നടത്തിയിരുന്നെന്നുള്ള സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിക്ക് പോലും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് ഏതോ വിദേശ മാധ്യമങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അതിനെ പിന്തുണച്ചുകൊണ്ട് അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. സുഹൃത്തുക്കളെ, അവിടെയാണ് എൻ്റെ ആദ്യത്തെ സംശയം. വിദേശ മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ആ വാർത്ത സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാതെയാണ് വിദേശ മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഏതോ പ്രാദേശികവാസികളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അൽ ജസീറയും ടെലഗ്രാഫും ഗാർഡിയനും വാഷിങ്ടൺ പോസ്റ്റ് പോലുള്ള ഇൻ്റർനാഷണൽ മാധ്യമങ്ങളാണത് പുറത്തു കൊണ്ടുവന്നത്. എന്തോ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീണു എന്നൊക്കെ പറഞ്ഞ് അവർ കാണിച്ചതൊക്കെ തെറ്റായിരുന്നു എന്ന് പിന്നീട് വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞതേയില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്നുള്ളതാണ് പ്രധാനം. സുഹൃത്തുക്കളെ, ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഈ മാത്യു സാമുവൽ CIA ഏജൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നാനുള്ള 1-2 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ആദ്യത്തത് എന്താണെന്ന് ചോദിച്ചാൽ, മാത്യു സാമുവൽ ഇങ്ങനെ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയല്ല ചെയ്തത്. ആ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനകത്ത് വസ്തുതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയാണെന്ന് സ്ഥാപിക്കുകയാണ് മാത്യു സാമുവൽ തൻ്റെ വീഡിയോയിലൂടെ ചെയ്തത്. ഒരു വീഡിയോയിലൂടെ അല്ല, 2-3 വീഡിയോകളിലൂടെ. ഈ മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുക മാത്രമല്ല, ഇത് സത്യമാണെന്ന് വൗച്ച് ചെയ്തുകൊണ്ട് അത് ശരിയാണെന്ന് സ്ഥാപിക്കുകയും അത് ശരിയായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ആർമിയുടെ കേപ്പബിലിറ്റി ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയുമാണ് മാത്യു സാമുവൽ തൻ്റെ വീഡിയോയിലൂടെ ചെയ്തത്. 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടിരിക്കുന്നു. അത് യുദ്ധത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെയാണ് സംഭവിച്ചത്. 1971 ശേഷം ഇതുവരെ ഇന്ത്യക്ക് ഇതുപോലെ സംഭവിച്ചിട്ടില്ല. സ്വാഭാവികമായി ഇന്ത്യയുടെ സേനയുടെ കഴിവ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ സേനയ്ക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അവർക്ക് വലിയ കഴിവാണുള്ളത്, അവർക്കെല്ലാ പിന്തുണയുമായി ചൈന നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് മാത്രമല്ല, വെടിവെച്ചിട്ടു എന്ന വാർത്ത വന്നു എന്ന് പറയുകയല്ല, മറിച്ച് ആ വാർത്തയെ ബേസ് ചെയ്തുകൊണ്ട് കഴിവില്ലാത്ത സേനയാണ് ഇന്ത്യയുടെ സേന എന്ന് വിശകലനം ചെയ്യാനാണ് മാത്യു സാമുവൽ ശ്രമിച്ചത് എന്നിടത്താണ് മാത്യു സാമുവലിൻ്റെ മോട്ടീവിനെ കുറിച്ചിട്ട് നമുക്ക് സംശയം വരുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മാത്യു സാമുവൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചത് എന്താ? റഫാൽ വിമാനങ്ങളാണ് തകർന്നു വീണത്. റഫാൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഫ്രാൻസ് ആണ്. റഫാൽ വിമാനങ്ങൾ യുദ്ധമുഖത്ത് പോയി പരിചയമില്ലാത്തവയാണ്. യുദ്ധമുഖത്ത് പരിചയമില്ലാത്തത് കൊണ്ടാണ് ഈ റഫാൽ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിടാൻ ഇടയായത് എന്ന് പറഞ്ഞ മാത്യു സാമുവൽ
യുദ്ധമുഖത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വിമാനങ്ങൾ F-16 ആണ് എന്ന് സ്ഥാപിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു തൻ്റെ വീഡിയോകളിൽ. അവിടെയാണ് അയാളുടെ മോട്ടീവ് പിന്നെയും ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം എന്താ, F-16 എന്ന് പറഞ്ഞത് അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനി ലോക്ക്ഹീഡ് പോലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് F-16. ആ F-16 ആണ് യുദ്ധമുഖത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു. അപ്പോൾ അമേരിക്കൻ വിമാനങ്ങൾ ഇന്ത്യയിലെ യുദ്ധമുഖത്ത് ഉപയോഗിക്കണം എന്ന് കാര്യകാരണ സഹിതം പറയുകയും ഇന്ത്യൻ വിമാനങ്ങൾ തകരാനുള്ള കാരണം അത് റഫാൽ എന്ന് പറഞ്ഞ ഫ്രഞ്ച് കമ്പനിയുടേതാണ് എന്ന് സ്ഥാപിക്കാനും ഇയാൾ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ അയാൾ അമേരിക്കയുടെ താല്പര്യങ്ങളാണോ സംരക്ഷിച്ചതെന്നുള്ള ഗൗരവതരമായിട്ടുള്ള സംശയം നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ഇയാളെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിരന്തരം അമേരിക്കയിൽ പോവുക, അവിടെ താമസിക്കുക, അവിടെ ബന്ധങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ് ഇയാൾ എന്ന് കൂടി ഇപ്പം മനസ്സിലാക്കി. അപ്പോൾ ഈ വിവരങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇവിടെ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇയാൾ പ്രവർത്തിച്ചു എന്നുള്ള സംശയം സാധാരണക്കാരുടെ മനസ്സിൽ ഉണ്ടായാൽ അത്ഭുതമില്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിമാനങ്ങളാണ് ഇന്ത്യ യുദ്ധമുഖങ്ങളിൽ ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു പ്രചരണം അയാൾ കരുതി കൂട്ടി നടത്തിയതാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ CIA പോലുള്ള അന്താരാഷ്ട്ര ഈ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സ്വാധീനം ഇയാളുടെ പ്രചരണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള സംശയം ഇപ്പോൾ കൂടുതലായി ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും.